ഹലോ അസ്സാം വലൈക്കും. ഞാൻ നല്ലൊരു കിഡിലൻ സബ്ജിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റേറിയൻ ഞാൻ അധികം പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു കിഡിലൻ വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണ്. ഇത് ചപ്പാത്തി, റൊട്ടി, നാൻ, ദാൽ, പൂരി ഇതിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനിലൊരു കറി തന്നെയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടന്നാലോ. സബ്ജി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3 പൊട്ടറ്റോ ഒരു 3/4 ഭാഗം വേവിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു 2 തക്കാളി, വലിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 3 തക്കാളി വരെ എടുക്കാം. പിന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, ചെറിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബേ ലീവ്സ്, പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടുന്നത്. നമ്മൾ ഇത് തക്കാളി ഞാൻ വേവിച്ചെടുത്തതാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെക്കാം. ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൽക്കട്ടയിലൊക്കെ ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ എല്ലാ ഡിഷിനും കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമുക്കത്ര പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കടുകെണ്ണ വേണ്ടുന്നവർക്ക് കടുകെണ്ണ യൂസ് ചെയ്യാം. ഓയിൽ ചൂടാവുമ്പം അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജീരകം, പിന്നെ ബേ ലീവ്സ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആവണമെന്നില്ല, ലൈറ്റ് ഒരു ബ്രൗൺ കളറിൽ വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ച ഗരം മസാലയിൽ നിന്നും കുറച്ച് ഗരം മസാലയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് ഇതിപ്പം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. എങ്കിലേ ഈ പൊട്ടറ്റോയിൽ മസാലയൊക്കെ ഒന്ന് നല്ലവണ്ണം പിടിക്കുള്ളൂ. നമ്മുടെ കറി ഇവിടെ ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പനീർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിച്ച പനീർ കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. പനീർ കൂടെ ഇതിൽ കിടന്ന് ഒന്ന് കുക്കാവണം. ഇതിലേക്ക് ഒരു സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സബ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച കുറച്ച് ഗരം മസാല പൊടി ഉണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഫിനിഷിങ്ങിന് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത്
ഓഫ് ചെയ്യാം. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. ചപ്പാത്തിക്കും പൊറോട്ടക്കും ദാൽപൂരിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സബ്ജിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.